മറ്റുള്ള ആൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക റെസ്പോണ്ട് ചെയ്യുക റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നതിന് റിയാക്ഷനാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വേറൊരാളുടെ പെരുമാറ്റത്തിനനുസരിച്ച് വേറൊരാൾ നമ്മളോട് സംസാരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആവുക ചെയ്യുന്നത്. സാധാരണ ആൾക്കാർ അതാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹയർ ലെവലുള്ള ആരെങ്കിലും റോഡിൽ കിടന്ന് വഴക്ക് പിടിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ലെവലിൻ്റെ മുകളിലേക്ക് എത്തിയ ആൾക്കാരെ സംബന്ധിച്ച് അവരോട് എത്രയോ ആൾക്കാർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അവരെ അഫക്റ്റ് ചെയ്യത്തില്ല. അവരെപ്പോഴാണ് ചൂടാകേണ്ടതെന്ന് അവർ തീരുമാനിക്കും. അതാണ് നമ്മളെപ്പോഴും പല ആൾക്കാരും നമ്മളെ നാട്ടിൽ പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് അവനോട് നീ 2 പറയേണ്ടതായിരുന്നു, അവൻ ഇന്നലെ പറഞ്ഞു നീ കേട്ടോണ്ട് നീ ശരിയായില്ല, നീ 2 പറയേണ്ടതായിരുന്നു പറഞ്ഞു. എപ്പോഴും സെൽഫ് കൺട്രോൾ ഉള്ള ഒരാളെ സംബന്ധിച്ച് നമ്മളെപ്പോൾ പറയണം, എങ്ങനെ പറയണം, നമ്മൾ തീരുമാനിച്ച് അളന്ന് തൂക്കി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളോട് റിയാക്ട് ചെയ്യുക റെസ്പോണ്ട് ചെയ്യുക എന്നതിന് പറയുന്നത്. റെസ്പോണ്ട് ചെയ്യണം, റിയാക്ട് ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരാണ് റിയാക്ട് ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവർ ആലോചിച്ച് ഓക്കെ ഇവർക്ക് ഒരു മറുപടി പറയേണ്ടതാണ് എന്ന് തീരുമാനിച്ചെടുത്ത് ഡിസിഷൻ എടുത്തിട്ട് പറയുന്നതിനാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇൻസ്റ്റൻ്റായിട്ട് അന്നേരം തോന്നുന്ന പോലെ നമ്മൾ പറയുന്നതിനെ റിയാക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു എൻ്റർപ്രണറായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും റിയാക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുക. അതായത് രണ്ട് വളരെ ഡിഫറൻ്റാണ്. നമ്മൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വലിയ ടീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ ടീം ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിറ്റലപ്പള്ളി കൊച്ചേസപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് 95% കാര്യങ്ങളും സെയിമാണ്. ഒരു 5% കാര്യങ്ങൾ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 5%ത്തിലാണ് 95% ഇരിക്കുന്നത്. എനിക്കറിയാവുന്ന ധാരാളം കഴിവുകളും ടാലൻറ്റുകളുള്ള ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരുണ്ട്. പക്ഷേ അവർ കരിയറിൽ ഫെയിലിയറാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രമേ പറ്റുള്ളൂ. ടീം പെർഫോമൻസിൽ അവർ ഫെയിലായി പോകും. അവർക്ക് ഒത്തിരി നോളജ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ അവർക്കറിയാം, അവർ പറയുന്ന പലതും ഇതാണ്. പക്ഷേ ഒത്തിരി വായിക്കും പഠിക്കും ഒക്കെ ഉണ്ടെങ്കിലും പീപ്പിൾ മാനേജ്മെൻറ്റ് ഏരിയ വരുമ്പോഴത്തേന് അവർ ഫെയിലിയർ ആവും. അതായത് നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിങ് ചെയ്യാൻ ആരും വേണ്ട, നമ്മൾ മാത്രം മതി. നമ്മൾ ചെസ്സ് കളിയിൽ വേണമെങ്കിൽ നമുക്ക് ലോക ചാമ്പ്യൻ ആവാം. പക്ഷേ ഫുട്ബോൾ കളിയിൽ പറ്റിയില്ല, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയിൽ അത് പറ്റിയില്ല. കാരണം ഫുട്ബോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഒരു ഫുട്ബോൾ കളിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ടീമിൽ മറ്റാരെങ്കിലും പെർഫോം ചെയ്യുമ്പോഴത്തേനും അവരുമായിട്ട് എത്ര കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും വലിയ ബിസിനസ്സുകാരായിട്ടുള്ള പല ആൾക്കാർ അവർ ഭയങ്കര കഴിവുള്ളവരൊന്നുമല്ല. അവരുടെ കഴിവെന്ന് പറഞ്ഞാൽ ആ കൂടി ടാലൻ്റ് ഉള്ള ആൾക്കാരെ കൊണ്ടു നടക്കാൻ അവർക്കറിയാം. ടാലൻസിനെ അവർക്ക് കൊണ്ടു നടക്കാനുണ്ട്. ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനും അവരെ കൊണ്ടു നടക്കാനുള്ള ഒറ്റ കഴിവ് മതി വലിയ ബിസിനസ്സുകാരനാണ്. നമുക്കെല്ലാ കഴിവുകളും ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും വലിയ കഴിവ് അപ്പോൾ ഏതാണ്? കൂടുതൽ ആൾക്കാരെ കൊണ്ടു നടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും അൺഫോർച്യുനേറ്റ്ലി ഒരു കോളേജിലോട്ട് പഠിപ്പിക്കുന്നുമില്ല, ഒരു കോളേജിലും ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. അത് പഠിക്കാൻ പറ്റുന്നത് ആ നല്ല പീപ്പിൾ സ്കില്ലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഏത് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എത്ര ലൈറ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നു, എപ്പോഴും നമ്മൾ പഠിച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് നമ്മൾ പഠിച്ച് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ട്രേഡിങ് പഠിപ്പിക്കൽ മാത്രമല്ല, നമ്മൾ വലിയൊരു ടീം ബിൽഡ് ചെയ്താൽ വലിയ അസറ്റ് ഉണ്ടാവും. വലിയ ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വേറൊരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് സക്സസ് ആക്കണം. അതാണ് ആദ്യം ചെയ്യുന്നത്. നിങ്ങളൊരിക്കലും നമ്മുടെ ഇവിടെ നടക്കുന്ന ടീം ലെവലിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ എല്ലാ ദിവസങ്ങളും നമ്മൾ ആഴ്ച 3 ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ് ഉണ്ട്, ഇനി അത് കഴിഞ്ഞാൽ സൺഡേ ഉണ്ട്, ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വെനസ്ഡേ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ മാത്രം വെച്ച് നമ്മൾ ടീം വലുതാക്കാൻ നിന്നാൽ ഒരിക്കലും ടീം വളരത്തില്ല. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എത്ര പേരുടെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, എത്ര പേരെ കൺവിൻസ് ചെയ്യുന്നുള്ളതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂടുള്ളൂ, നമ്മൾ ബിസിനസ് ടീം വളരുള്ളൂ. അല്ലെങ്കിൽ ഇനി എന്താ മീറ്റിംഗ്, ഇന്ന് വൈകുന്നേരം ഉണ്ട്, ഇന്ന് വൈകുന്നേരം കുറച്ച് പേരെ വിളിച്ച് കയറ്റാം. അങ്ങനെ ഒരാളും വലിയ എംപയർ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ പലപ്പോഴും പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന വലിയ സ്വപ്നങ്ങളാണ്. എനിക്ക് ഫ്ലൈറ്റ് മേടിക്കണം, കപ്പൽ മേടിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിൾ കാര്യങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ അവരുടേതായ രീതി ചെയ്യും. അവർക്ക് വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുകയും ചെയ്യണം. ഇതൊരിക്കലും പ്രാക്ടിക്കലല്ല. നമ്മൾ പ്രാക്ടിക്കലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എവരുടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു ദിവസം ഒരു 5 പേരോടെങ്കിലും ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കുന്ന ഹാബിറ്റ് ഉണ്ടാക്കണം. അത് ചുമ്മാ നമ്മൾ അവരെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവരെ കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളതല്ല. ഒരു 5-10 മിനിറ്റെങ്കിലും എടുത്ത് അവരോട് ഇത് ഓപ്പൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനെ മാത്രമേ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കവലയിൽ പോയ ഒരുത്തനെ കണ്ടു, ഒരു ഓട്ടോക്കാരനുണ്ട്, അവനോടും പറഞ്ഞു നല്ലൊരു പരിപാടി ഉണ്ട് കേട്ടോ എന്ന് പറയുന്നതിനൊന്നും അല്ല എണ്ണം കൂട്ടുന്നത്. ഇത് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് ഏറ്റവും മിനിമം വാക്കിൽ നമുക്ക് തോന്നുന്നത് ഇതെന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക.